കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഉറപ്പിക്കാനായി അടുത്ത മത്സരത്തിൽ ഇറങ്ങുകയാണ്. ഈ വരുന്ന 23-ാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത്. അതായത് ഈ വെള്ളിയാഴ്ച ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. കരുത്തരായ ബംഗളൂരു എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. എന്തായാലും ബംഗളൂരു എഫ് സിയിലുള്ള പകയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വീട്ടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ചാൽ 3-4-3 ഫോർമേഷൻ തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് അണിനിരക്കാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും ഞാനിവിടെ പറയാൻ പോകുന്ന ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതൊരു സാധാ 11 മാത്രമായി നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പറായി ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് സോംകുമാറിൽ തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നും പ്രകടനമാണ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും സോംകുമാർ പുറത്തെടുത്തത്. എന്തായാലും സോംകുമാറിനെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 മത്സരത്തിൽ സോംകുമാർ ഇറങ്ങിയപ്പോൾ 1 ഗോൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത്. എന്തായാലും നമുക്ക് ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ 3 പേരായി കളിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഐബാൻ ഡോഹ്ലിംഗ്, അതുപോലെ തന്നെ പുതിയ സൈനിങ് ആയ അലക്സാണ്ടർ കൊയഫ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അദ്ദേഹം പുതിയ താരം ആണെങ്കിൽ പോലും അദ്ദേഹം കുറേ ദിവസങ്ങളായി പരിശീലനം നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ കോഫിനെ നമ്മളോട് പരിഗണിക്കുകയാണ്. അതുപോലെ തന്നെ ഹോർമി പാമിനെയും നമ്മൾ ഡിഫൻസിൽ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി മിഡിലേക്ക് എത്തുകയാണെങ്കിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിനെയും അതുപോലെ തന്നെ ഫ്രെഡിയെയും നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ രാഹുലിനെ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം രാഹുൽ പരിക്കുമാറി കുറേ ദിവസങ്ങളായി ഇപ്പോൾ പരിശീലനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ രാഹുൽ KP നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നു. ഇനി സ്ട്രൈക്കേഴ്സായി കളിക്കുക നോവ സദോയി, അതുപോലെ തന്നെ ക്വാമെ പെപ്രെ, മുഹമ്മദ് ഐമൻ എന്നീ താരങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊരു ലൈനപ്പിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും ഇത് ഇങ്ങനത്തെ ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യത 11 മാത്രമായി പരിഗണിക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിക്കുമോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്ര ഗോൾ നേടാൻ കഴിയും, അതുപോലെ തന്നെ മാച്ചിൻ്റെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതുമൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം.